ഹായ് മൈ ഡിയർ വൺസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു സാരി ഡ്രേപ്പിംഗ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. എന്താ വെച്ചാൽ ഈ ഒരു സാരി സ്റ്റൈൽ ഇപ്പം ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ആരും ഡ്രേപ്പ് ചെയ്തത് കണ്ടിട്ടില്ല. ഇത് പഴയ നമ്പൂതിരി സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സാരി ഡ്രേപ്പിംഗ് ആണ്. ഈ സാരി എനിക്ക് എൻ്റെ സുഹൃത്ത് ഓണത്തിന് ഗിഫ്റ്റ് ചെയ്തതാണ്. ഓണത്തിന് എടുക്കാൻ പറ്റിയില്ല, കാരണം ഓണം കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഡെലിവറി ആയത്. ഇതൊരു ടിഷ്യൂ കേരള സാരിയാണ്. ടിഷ്യൂ സിൽക്ക് എന്നാണ് തോന്നുന്നു പറയുന്നത്. അപ്പം ആദ്യം സ്റ്റെപ്പ് ഭയങ്കര ഈസിയാണ്. നമ്മൾ നോർമലി സാരി എങ്ങനെയാണോ ഉടുക്കുന്നത് അതേപോലെ നമ്മുടെ വേസ്റ്റിന് ചുറ്റും സാരി നന്നായിട്ട് ചുറ്റിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് എല്ലാം നോർമൽ സാരി നമ്മൾ എങ്ങനെയാണോ ഉടുക്കുന്നത് അതേപോലത്തെ ആക്ഷൻസ് റിപ്പീറ്റ് ചെയ്യുക. നമ്മുടെ പല്ലു പോർഷൻ ആദ്യം മെഷർ ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ താഴത്തെ പ്ലീറ്റ്സ് ഇടുക. പല്ലു പോർഷൻ മെഷർ ചെയ്ത് വെക്കാൻ പറഞ്ഞൊരു കാരണമുണ്ട്, അല്ലെങ്കിൽ നമുക്കിതിൻ്റെ ലെങ്ത്ത് മനസ്സിലാവില്ല. അത് കഴിഞ്ഞിട്ട് നോർമലി നമ്മൾ എങ്ങനെയാണോ പ്ലീറ്റ് ചെയ്യുന്നത് അതേപോലെ പ്ലീറ്റ് ചെയ്തെടുക്കുക. ഇത് പുതിയ സാരി ആയതുകൊണ്ട് ഇതിൻ്റെ പ്ലീറ്റ്സ് എടുക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. സ്ട്രെയിറ്റ്നർ വെച്ച് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ സാരികൾ പെട്ടെന്ന് ഒതുങ്ങി കിട്ടും. ഇതിൻ്റെ ഇനിയിപ്പോൾ പ്ലീറ്റ് ഒതുങ്ങിയില്ലെങ്കിലും ഇതിലത്ര മനസ്സിലാവില്ല. ഇത് കഴിഞ്ഞിട്ടുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. നമ്മൾ പല്ലു പോർഷൻ താഴത്തോട്ട് ഇറക്കിയിട്ട് നമ്മുടെ ബ്ലൗസിൻ്റെ, അതായത് ലെഫ്റ്റ് സൈഡിൽ അതൊരു പിന്ന് വെച്ച് നന്നായിട്ട് സെക്യൂർ ചെയ്യുക. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കി പോർഷൻ നമ്മുടെ ചെസ്റ്റിന് ചുറ്റും ചുറ്റിയിട്ടാണ് എടുക്കുന്നത്. ഈ സാരി ഇങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ പല്ലുവിൻ്റെ കസവ് വരുന്ന ഭാഗം നമ്മുടെ ഏകദേശം നമ്മുടെ ശരീരത്തിന് നടുക്കായിട്ട് വരുന്ന രീതിയിൽ ടക്കിൻ ചെയ്ത് വെക്കുക. ആവശ്യത്തിന് പിന്നുകളൊക്കെ കുത്തുക, നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ടക്കിൻ ചെയ്ത് സെക്യൂർ ചെയ്യുക. പിന്നെ എന്താ ചെയ്യേണ്ടത്? ആക്സസറീസ് ഇടുക, പിന്നെ മുടി കെട്ടുക, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാനിപ്പം ഇതിൻ്റെ ആ കഴുത്തിൻ്റെ ഭംഗി കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മാല ഇടായിരുന്നത്. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കമ്മലും ഗോൾഡൻ കളർ കമ്മലും വളയൊക്കെ ഇട്ടിട്ടാണ് സ്റ്റൈൽ ചെയ്തത്. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രേപ്പിംഗ് ആണ്. അപ്പോൾ ഇതാണ് ഫുൾ ലുക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ഡ്രേപ്പിംഗുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.